أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഫാത്തിഹ സൂറത്തിലെ ആദ്യത്തെ വചനമാണ്, ആദ്യത്തെ ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത്. 114 സൂറത്തുകളുണ്ട്. അതിൽ സൂറത്തുൽ ബറാഅത്ത് അല്ലാത്ത ബാക്കി എല്ലാ സൂറത്തുകൾ പാരായണം ചെയ്യുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തുടക്കത്തിൽ നാം പാരായണം ചെയ്യാറുണ്ട്. എന്നാൽ ഫാത്തിഹ സൂറത്തല്ലാത്ത ബാക്കി എല്ലാ സൂറകളുടെയും തുടക്കത്തിൽ നാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പാരായണം ചെയ്യുന്നത് അതൊരു പുണ്യകർമ്മമാണ്, സുന്നത്താണ് എന്ന നിലക്കാണ്. അത് ആ സൂറത്തിൽ പെട്ടതായിരിക്കില്ല. എന്നാൽ ഫാത്തിഹ സൂറയെ സംബന്ധിച്ചിടത്തോളം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഷാഫിഈ മദ്ഹബ് പ്രകാരം പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിലെ ഒരു ആയത്താണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഒരായത്തായതുപോലെ, അർ റഹ്മാനിർ റഹീം ഒരായത്തായതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് സൂറത്തുൽ ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്താണ്. ഏതൊരു സൂറത്ത് പാരായണം ചെയ്യുമ്പോഴും അതിൻ്റെ മുമ്പായി അഊദ് ഓതൽ സുന്നത്തുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കാരണം ഖുർആൻ പാരായണത്തിന് മുമ്പ് പിശാചിൻ്റെ ഷർറിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജന്മശത്രുവാണല്ലോ പിശാച്. ആ പിശാച് നല്ല കാര്യങ്ങളിലേക്ക് നാം മുന്നിടുമ്പോഴെല്ലാം വഴിതിരിക്കാനും വഴിതെറ്റിക്കാനും നമ്മെ തെറ്റായ രീതിയിലേക്ക് ചിന്തിപ്പിക്കാനെല്ലാം കഠിനമായ പരിശ്രമം പിശാച് നടത്തുമെന്നാണ്. ഈ സമയത്ത് ആ പിശാചിൽ നിന്ന് നാം കാവൽ ചോദിക്കുന്നതോടുകൂടെ തന്നെ അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ, അള്ളാഹുവിൻ്റെ കലാമാണല്ലോ പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ വായ കൊണ്ട് നാം പാരായണം ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മുടെ നാവ് കൊണ്ട് ഒരുപാട് വേണ്ടതും വേണ്ടാത്തതുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആവശ്യമുള്ളതും അനാവശ്യമായതുമെല്ലാം പറഞ്ഞ നാവാണ് നമ്മുടേത്. ഈ സമയത്ത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ വായയെ ഒന്ന് ശുദ്ധീകരിക്കുക എന്ന ഒരു പ്രക്രിയ കൂടി ഈ അഊദിലൂടെ നടക്കുന്നുണ്ട് എന്നതാണ്. വേണ്ടാത്തരങ്ങൾ പറഞ്ഞ, അനാവശ്യങ്ങൾ പറഞ്ഞ ആ സംസാരങ്ങളുള്ള നമ്മുടെ വായയെ അഊദ് കൊണ്ട് നമ്മൾ ശുദ്ധീകരിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അപ്പോൾ നമ്മൾ ഫാത്തിഹ ഓതുമ്പോഴും മറ്റുള്ള സൂറത്തുകൾ ഓതുമ്പോഴെല്ലാം നമുക്ക് സുന്നത്തായ ഒരു കാര്യമാണ് അഊദ് ഓതുക എന്നുള്ളത്. അപ്പോൾ നാം ഫാത്തിഹ ഓതുന്ന സമയത്ത് അഊദ് ഓതുന്നത് ഫാത്തിഹയിൽ പെട്ട ഒരായത്താണ് എന്ന നിലക്കല്ല, അഊദ് ഓതൽ സുന്നത്താണ് എന്ന നിലക്കാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് നാം ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും അറിയുന്ന ആളുകൾ വരെ ചിലപ്പോൾ അശ്രദ്ധമായി പോകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവലുണ്ട്. ബ എന്നുള്ള അക്ഷരം, അറബിയിലെ ബ എന്നുള്ള അക്ഷരം, ഓരോ അക്ഷരങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ഒരക്ഷരങ്ങൾക്കും വലിയ ആശയങ്ങളുണ്ട്, അർത്ഥങ്ങളുണ്ട്. ലഹ മആനിൻ കമൗജിൽ ബഹരി ഫീ മദദി വഫൗഖ ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി. ഖുർആനിലെ ഓരോ അക്ഷരങ്ങൾക്കും വലിയ വലിയ ആശയങ്ങളുണ്ട്. ഇമാം ബുസൂരി റഹിമഹുല്ല അതിനെ വിശേഷിപ്പിച്ചത് കമൗജിൽ ബഹർ, വിശാലമായി കിടക്കുന്ന വലിയ സാഗരത്തിലെ തിരമാലകളെ പോലെയാണ് ഖുർആനിൻ്റെ ആശയങ്ങളെന്നാണ്. ഒന്നിന് പിറകെ മറ്റൊന്നായി പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ തിരമാലകൾ. നിലക്കാതെ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന തിരമാലകളോടാണ് സമാനപ്പെടുത്തിയത് ഖുർആനിൻ്റെ ആശയങ്ങളെ. എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വാക്കുകളെ കൊണ്ട് വലിയ വലിയ ആശയങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു ഭാഷ കൂടിയാണ് അറബി. അതോടുകൂടി അള്ളാഹുവിൻ്റെ കലാമാകുമ്പോൾ അതിൻ്റെ അർത്ഥം, അതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. അപ്പോൾ ഒരക്ഷരം തെറ്റിക്കഴിഞ്ഞാൽ, ഒരക്ഷരം മൊഴിയേണ്ടതുപോലെ മൊഴിഞ്ഞാൽ, അതിൻ്റെ ഉച്ചാരണസ്ഥാനം തെറ്റിപ്പോയാൽ അറബിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചെറിയ നിസ്സാര പിഴവുകളെ കൊണ്ട് ആശയം വല്ലാതെ മാറിപ്പോകും. പലപ്പോഴും ബിസ്മി ഓതുന്ന സമയത്ത് ബ എന്നുച്ചരിക്കുമ്പോൾ രണ്ട് ചുണ്ടുകൾ തമ്മിൽ ഒരുമിച്ച് കൂടിയിരിക്കണം ബ എന്നുള്ളത്. ചിലപ്പോഴെങ്കിലും ബിസ്മില്ല അറിയാതെ നമുക്ക്
മുഴുവൻ മനഃപ്പാടമുള്ളത് കൊണ്ടും എപ്പോഴും നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വചനമായതുകൊണ്ടും അശ്രദ്ധമായി പോകുന്നതാണ്. അറിയാത്തത് കൊണ്ടല്ല, അശ്രദ്ധയാണ് കൂടുതലും. അപ്പം ചിലരെങ്കിലും ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതാറുണ്ട്, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. തെറ്റാണ്, ശ്രദ്ധിക്കണം. ബിസ്മില്ല, ബാ ശരിക്ക് ഉച്ചരിക്കണം. എന്ന പോലെ തന്നെ ബിസ്മില്ലാഹി അല്ലാഹു എന്നുള്ള പദമാണ് അല്ലാഹി എന്ന് പറഞ്ഞ് നമ്മൾ ഓതണത്. ബിസ്മില്ലാഹി നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലാ എന്നുള്ള വചനത്തിന് മുമ്പ് കസറത്ത് വന്നാൽ അല്ല എന്നാണ് വായിക്കുക. ബിസ്മില്ലാഹി എന്നുള്ളത് അല്ലാഹു എന്നുള്ള വചനമാണത്. ബിസ്മില്ലാഹി എന്ന് ഉച്ചരിക്കുന്ന സമയത്ത് ഹ എന്നുള്ള അക്ഷരത്തിന് പകരം പല ആളുകളും യാ ഉച്ചരിച്ചതായിട്ടും കാണുന്നുണ്ട്. ബിസ്മില്ലാഹി എന്ന് പറയും ചില ആളുകൾ. ബിസ്മില്ലാഹി ഹി എന്നുള്ളത് ഹുറൂഫ് ഹൽക്കിൻ്റെ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന 6 അക്ഷരങ്ങളുണ്ട്. ആ അക്ഷരങ്ങളിൽപ്പെട്ട ഒരു അക്ഷരമാണ് ഹ എന്നുള്ളത്. അലിഫ് എന്നുള്ള എന്നുള്ള അലിഫും ഹംസയും ഹാവും ഹൽക്കിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് പുറപ്പെടേണ്ടതാണ്. മലയാളത്തിൽ ഉച്ചരിക്കുന്ന അല്ല അറബിയിലെ ഉദാഹരണത്തിന് ആന, അമ്മ, അവൻ, അവൾ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഉച്ചരിക്കുമ്പോൾ വായിൽ നിന്നാണ് വരുന്നത്. പക്ഷെ അറബിയിലെ എന്നുള്ള ഉച്ചാരണം അത് വായിൽ നിന്ന് വന്നാൽ പോരാ, തൊണ്ടയുടെ അങ്ങേയറ്റത്ത് നിന്ന് ഏറ്റവും അടിഭാഗത്ത് നിന്ന് എന്ന് പറയണം. എന്നെ പോലെ അക്ഷരമാണ് അല്ലാഹു എന്നുള്ളതിൽ എന്നുള്ളതും അല്ലാഹു അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിലൊക്കെ എന്നുള്ളതെല്ലാം ഹൽക്കിൻ്റെ ഏറ്റവും അടിഭാഗത്ത് നിന്ന് ഉച്ചരിക്കപ്പെടേണ്ട അക്ഷരമാണ്. അപ്പോൾ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞാൽ ബിസ്മി തെറ്റിപ്പോകും. ബിസ്മില്ലാഹി എന്നുള്ള അക്ഷരം കൃത്യമായിട്ട് ഉച്ചരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ-റഹ്മാനി ഹൽക്കിൻ്റെ മധ്യഭാഗത്ത് നിന്ന് വരേണ്ട അക്ഷരമാണ് എന്നുള്ളത്. അർ-റഹ്മാൻ അർ-റഹീം. ഒന്നുകൂടി ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതിൻ്റെ ആശയത്തിലേക്ക് വരാം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു എന്നതാണ്. റഹ്മാൻ റഹീം എന്നുള്ളത് അള്ളാഹുവിൻ്റെ 2 വിശേഷണങ്ങളാണ്. അത് അർ-റഹ്മാനുർ റഹീം എന്നുള്ള ആയത്ത് വിശദീകരിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ പറയാം. റഹ്മാനുർ റഹീമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ബിസ്മില്ലാഹി എന്ന് പറയുമ്പോൾ ബ എന്നുള്ള അക്ഷരത്തിന് ഒരുപാട് ആശയങ്ങൾ ലഭിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഒരു അക്ഷരത്തിന് തന്നെ ഒരുപാട് ആശയങ്ങൾ, ഒരുപാട് അർത്ഥങ്ങൾ. ബിസ്മില്ലാഹി മുബ്തദഅൻ ബിസ്മിഹി തആല, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. അല്ലെങ്കിൽ മുസ്തഈനം ബിസ്മിഹി തആല, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ കൊണ്ട് ഞാൻ സഹായം അഭ്യർത്ഥിക്കുന്നു. മുതബറകം ബിസ്മിഹി തആല, അള്ളാഹുവിൻ്റെ ഇസ്മ ഉച്ചരിച്ചുകൊണ്ട് ഞാൻ ബറക്കത്തെടുക്കുന്നു. മുലാബസത്തം ബിസ്മിഹി തആല, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെടുത്തി ഞാൻ ഈ കാര്യം ആരംഭിക്കുന്നു. ഇങ്ങനെയുള്ള അർത്ഥങ്ങളെല്ലാം ബ എന്നുള്ള അക്ഷരം കൊണ്ട് ഇത്ര വിശാലമായ അർത്ഥതലങ്ങളിലേക്ക് ബിസ്മിയെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി ഇമാം ഫഖറുദ്ദീൻ റാസിയെ പോലെയുള്ള മഹാന്മാരായ മുഫസ്സിറുകൾ ബിസ്മിയിലെ ഓരോ അക്ഷരങ്ങൾക്കും തഫ്സീർ പറഞ്ഞത് കാണാം. ഖുർആൻ മനസ്സിലാക്കാനും ഖുർആൻ്റെ ആശയങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ വ്യാപ്തിയും മനസ്സിലാക്കാൻ ഈ ഒരു വിശദീകരണം മാത്രം നമുക്ക് പഠിച്ചാൽ മതിയാകും. ബിസ്മിയിലെ 9 അക്ഷരങ്ങൾക്ക് 9 ആശയങ്ങൾ മഹാന്മാരായ മുഫസ്സിറുകൾ പഠിപ്പിച്ചു. ബിസ്മിയിലെ 1ാമത്തെ അക്ഷരമാണ് ബ മുസ്തഖും മിൻ ഇസ്മിഹി ബസീർ. അല്ലാഹു തആല ബസീറാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു എല്ലാം കാണുന്നവനാണ്. തൻ്റെ അടിമയെക്കുറിച്ച് കൃത്യമായിട്ട് അല്ലാഹു കാണുന്നു, നിരീക്ഷിക്കുന്നു. അല്ലാഹു അവൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കുന്നു എന്നർത്ഥത്തിൽ ബസീർ, അല്ലാഹു ബസീറാണ്. ബിസ്മിയിലെ 2ാമത്തെ അക്ഷരമാകുന്ന സീൻ, അല്ലാഹു സമീആൻ, അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്. തൻ്റെ അടിമയുടെ ആവലാദികളും തൻ്റെ പ്രാർത്ഥനകളെല്ലാം അല്ലാഹു കേൾക്കാൻ കഴിവുള്ള സമീആണ് അല്ലാഹ്.
മൂന്നാമത്തെ അക്ഷരമാകുന്ന മീം മാലിക്. ഈ പ്രപഞ്ചം മുഴുവനും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. ഞാനും ഈ പ്രപഞ്ചത്തിലുള്ള സകല സൃഷ്ടികളും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലും അധികാരത്തിലുമാണ്. അപ്പോൾ നാം ഈ ബിസ്മി എന്ന് പറയുന്ന ഈ 3 അക്ഷരങ്ങൾക്ക് ഈ തഫ്സീറുകൾ പറയുമ്പോൾ ഇത് വലിയ പ്രാർത്ഥന, അള്ളാഹുവിനോട് നാം അപേക്ഷിക്കുന്ന പ്രാർത്ഥനയാണ്. ബസീറായ അള്ളാഹ്, സമീആയ അള്ളാഹ്, മാലിക്കായ അള്ളാഹ്. അള്ളാഹ് ബിസ്മില്ലാഹി എന്നുള്ളതിൽ അള്ളാഹു എന്നുള്ള ആ വചനത്തിലെ ഓരോ അക്ഷരങ്ങളും എടുത്തുകൊണ്ട് ഇമാം റാസി തഫ്സീർ പറഞ്ഞു. അള്ളാഹ്, അലിഫ്, ആദ്യത്തെ അക്ഷരം അലിഫാണല്ലോ. അൽ ഇലാഹ്, അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആരാധ്യനായ എൻ്റെ ഇലാഹായ അള്ളാഹു. ലാം, ഇലാഹിലെ രണ്ടാമത്തെ അക്ഷരമാകുന്ന ലാം, ലത്തീഫായ അള്ളാഹു. ലത്തീഫ് എന്ന് പറഞ്ഞാൽ മയമുള്ളവൻ, കാരുണ്യമുള്ളവൻ, പരുക്ക സ്വഭാവക്കാരനല്ല, തൻ്റെ അടിമയോട് ദയയും കാരുണ്യമുള്ളവനാണ് അള്ളാഹു എന്ന് സൂചിപ്പിക്കുന്ന ലാ. ഹാ, അള്ളാഹു എന്നുള്ളതിൻ്റെ മൂന്നാമത്തെ അക്ഷരമാകുന്ന ഹാ, ഹാദി, സന്മാർഗത്തിലേക്ക് നയിക്കുന്നവൻ. ഹാദി, സന്മാർഗത്തിലേക്ക് നയിക്കുന്നവനായ അള്ളാഹ്. അടുത്ത വചനത്തിലേക്ക് വരാം. അർ റഹ്മാൻ എന്നുള്ളതിലെ റാ എന്നുള്ളതിന് റാസിഖ്, റിസ്ഖ് നൽകുന്നവൻ, തൻ്റെ അടിമയ്ക്ക് ആവശ്യമായ എല്ലാം. റിസ്ഖ് എന്ന് പറയുമ്പോൾ ഭക്ഷണം എന്ന് മാത്രമല്ല, ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ എല്ലാ വിഭവങ്ങളും, അതിൽ കുടിക്കാനുള്ള വെള്ളം, കഴിക്കാനുള്ള ഭക്ഷണം, ശ്വസിക്കാനുള്ള വായു തുടങ്ങി ഒരു സൃഷ്ടിക്ക് ഇവിടെ എന്തെല്ലാം ആവശ്യമായിട്ടുണ്ടോ അതെല്ലാം നൽകുക എന്നുള്ളതാണ് റാസിഖ്. അപ്പം റിസ്ഖ് നൽകുന്നവൻ റാസിഖായ അള്ളാഹ്. ഹലീമായ അള്ളാഹ്, നല്ല സഹിക്കുന്നവൻ, സഹനശക്തിയുള്ളവൻ. നാം അള്ളാഹുവിന് അനുസരണക്കേട് കാണിക്കുമ്പോഴും അവൻ്റെ അനുഗ്രഹങ്ങൾ തടഞ്ഞു വെച്ച് അനുഗ്രഹങ്ങൾ നമ്മൾ നിഷേധിക്കാതെ ചേർത്ത് പിടിക്കുന്ന, നമ്മെ സഹിക്കുന്ന അള്ളാഹു, ക്ഷമിക്കുന്ന അള്ളാഹു. നൂൻ, നൂർ, പ്രകാശം. ഈ അക്ഷരങ്ങളൊക്കെ, ഈ അക്ഷരത്തിനെല്ലാം ഇങ്ങനെ ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് ഇമാം റാസി തഫ്സീർ പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ വലിയ ഒരു പ്രാർത്ഥന ഇതിലൂടെ നിർവഹിക്കുകയാണ്. അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം എണ്ണി എണ്ണി പറയുന്നത് പോലെ, നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം ഒന്നൊന്നായി എണ്ണി പറയുന്നത് പോലെ വിശാല അർത്ഥത്തിലേക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിലെ അക്ഷരങ്ങളുടെ ആശയങ്ങൾക്ക് വ്യാപ്തിയുണ്ട് എന്ന് ഇതിലൂടെ പഠിപ്പിക്കുകയാണ്. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ബാ, ബസീറായ അള്ളാഹ്. സീൻ, സമീആയ അള്ളാഹ്. മീം, മാലിക്കായ അള്ളാഹ്. അലിഫ്, ഇലാഹായ അള്ളാഹ്. ലാം, ലത്തീഫായ അള്ളാഹ്. ഹാ, ഹാദിയായ അള്ളാഹ്. റാ, റാസിഖായ അള്ളാഹ്. ഹ, ഹലീമായ അള്ളാഹ്. നൂൻ, നൂറായ അള്ളാഹ് എന്ന് പറയുമ്പോൾ ബസീർ, റബ്ബേ എൻ്റെ അവസ്ഥകൾ നീ കാണുന്നല്ലോ. സീൻ, സമീർ, എൻ്റെ അവസ്ഥകൾ നീ കേൾക്കുന്നല്ലോ, എൻ്റെ പ്രാർത്ഥനകൾ നീ കേൾക്കുന്നുവല്ലോ. അള്ളാഹുവിനോട് അപേക്ഷിക്കുന്ന വിശാല അർത്ഥത്തിലുള്ള വലിയ ദുആയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിലുള്ളത് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ പഠിപ്പിച്ചത് കാണാം. കുല്ലു അംരിൻ ദീബാൽ ലാ യുബ്ദഉ ബിസ്മില്ലാഹി ഫഹുവ അബ്തർ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ കാര്യങ്ങളും ആരംഭിക്കുന്ന സമയത്ത് അവൻ ബിസ്മി കൊണ്ടായിരിക്കണം ആരംഭിക്കേണ്ടത്. അവൻ്റെ ജീവിതം തുടങ്ങേണ്ടത് ബിസ്മി കൊണ്ടാണ്. ഏത് നല്ല കാര്യത്തിലേക്കും പ്രവേശിക്കേണ്ടത് ബിസ്മിയിലൂടെ ആയിരിക്കണം. ബിസ്മി ചൊല്ലി ഏതൊരു കാര്യത്തിലേക്ക് തുടക്കം കുറിച്ചാലും അതിൽ വലിയ ബറക്കത്തുണ്ടാകുന്നതാണ്. ഓരോ ഉദാഹരണങ്ങൾ പറയാം. ഇന്ദത്വആം, ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, വെള്ളം കുടിക്കുന്ന സമയത്ത്. നമുക്കറിയാം ഇപ്പോൾ നോമ്പ് കാലമാണ്. നമ്മളെല്ലാവരും നല്ല വിശപ്പ് സഹിച്ച്, ദാഹം സഹിച്ച് നോമ്പ് തുറക്കുന്നൊരു സമയം. ആ സമയത്തെക്കുറിച്ച് മുത്തുനബി തങ്ങൾ പറഞ്ഞത് ഫർഹത്താൻ. ഒരു നോമ്പുകാരനെ സംബന്ധിച്ച് 2 സന്തോഷമാണ്. ഒരു സന്തോഷം ഫർഹത്തുൻ ഇൻദൽ ഫിത്ര, ഇൻദ ഫിത്രത്തിഹി, നോമ്പ് മുറിക്കുന്ന സമയത്തുള്ള ഒരു സന്തോഷം. അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമാണ്. പ്രഭാതം മുതൽ സുബഹ് മുതൽ മഗ്രിബ് വരെ അള്ളാഹുവേ നിനക്ക് വേണ്ടി എല്ലാം ത്യജിക്കാൻ, എല്ലാ സുഖങ്ങളും മാറ്റിവെക്കാൻ, എല്ലാ ആഗ്രഹങ്ങളും നിനക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ ഒരു ദിവസം നിനക്ക് വേണ്ടി സമർപ്പിക്കാൻ സാധിച്ചല്ലോ. ആ ഒരു സന്തോഷം പങ്കിടുന്നതോടുകൂടെ നമ്മുടെ വിശപ്പും ദാഹവും മാറ്റാൻ
നാം നോമ്പ് തുറക്കുകയാണ്. ആ സമയത്ത് പ്രത്യേകിച്ചും എല്ലാത്ത സമയത്തും ഭക്ഷണം കഴിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുച്ചരിച്ചുകൊണ്ടാണ് നാം ഭക്ഷണം കഴിക്കേണ്ടത്, വെള്ളം കുടിക്കേണ്ടത്. എന്ന പോലെ തന്നെ നാം വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത്, വീട്ടിൽ സമാധാനമില്ലാതെ, ശാന്തിയില്ലാതെ, കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് പരാതി പറഞ്ഞു, നബിയെ, വീട്ടിൽ സമാധാനമില്ല, ദാരിദ്ര്യമാണ്, കഷ്ടപ്പാടാണ്, വിഷമാണ്, പരിഹാരം നിർദ്ദേശിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിക്ക് നൽകിയ പരിഹാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, മോനെ, നീ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് നീ വീട്ടിലേക്ക് പ്രവേശിക്കണം എന്നാണ്. എന്നെ പോലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത്, വീട്ടിൽ നാം പുറത്തിറങ്ങുന്നു നമ്മുടെ ജോലിക്ക് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി, മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവിടെയും ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. നാം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ചൊല്ലേണ്ട ദിക്റാണ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. എന്ന പോലെ നാം ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്റുകളുണ്ട്. അതിൻ്റെ മര്യാദകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഉറങ്ങാൻ കിടക്കുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇങ്ങനെ ഏതു നല്ല കാര്യങ്ങൾ ആരംഭിക്കുകയാണ്, നമ്മൾ ബിസിനസ് ആരംഭിക്കുകയാണ്, കച്ചവടം ആരംഭിക്കുകയാണ്, നമ്മുടെ ഓഫീസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, നമ്മുടെ വർക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യണം. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങൾ നാം ആരംഭിക്കുന്ന സമയത്തും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് നീ തുടക്കം കുറിച്ചാൽ അതിൽ വലിയ ബറക്കത്തുണ്ടാകുമെന്നും അതിൽ ഒരുപാട് നിങ്ങൾക്ക് നന്മകളുണ്ടാകുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് കാണാം. ഈ ചെറിയ തഫ്സീർ കൂടി പറഞ്ഞു നിർത്തുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് രണ്ടും നാം ഒരുമിച്ച് പാരായണം ചെയ്യുന്ന സമയത്ത് മറ്റൊരു അർത്ഥം കൂടി അതിലൂടെ സാധ്യമാകുന്നു. എന്തർത്ഥം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ആട്ടി ഓടിക്കപ്പെട്ട, നിന്റെ എല്ലാവിധ കാരുണ്യത്തിൽ നിന്നും വിദൂരമാക്കപ്പെട്ട ഷൈത്വാൻ, ആ ഷൈത്വാൻ്റെ ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ആ കാവൽ ചോദിക്കാൻ നാം മുന്നിൽ വെക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിൻ്റെ ഇസ്മിനെയാണ്. അള്ളാഹുവിൻ്റെ അസ്മാകളെ കൊണ്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ബിസ്മില്ലാഹി എന്ന് പറയുമ്പോൾ അറബി വ്യാകരണം അനുസരിച്ച് ഇസ്മി എന്നുള്ളത് ഏകവചനമാണ്. പക്ഷേ ഇളാഫത്ത് കൊണ്ട് അത് മാറ്റം വരുന്ന സമയത്ത് അത് വലിയൊരു ആശയത്തിലേക്ക്, എന്ന് പറഞ്ഞാൽ ബഹുവചനമാകുന്ന ഒരു ആശയത്തിലേക്ക് എത്തുന്ന. അപ്പം അള്ളാഹുവിന് ഒരുപാട് വിശേഷങ്ങളുണ്ട്, അള്ളാഹുവിന് ഒരുപാട് ഇസ്മുകളുണ്ട്, അസ്മാഉൽ ഹുസ്ന. എന്നാൽ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞിട്ട് റഹ്മാൻ റഹീം എന്നുള്ള 3 വാക്കുകൾ, അള്ളാഹു റഹ്മാൻ റഹീം എന്നുള്ള 3 വാക്കുകളാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ. അള്ളാഹുവിൻ്റെ 3 ഇസ്മുകളാണ്, നാമങ്ങളാണ് നാം ഉള്ളതെങ്കിലും അള്ളാഹുവിൻ്റെ എല്ലാ ഇസ്മുകളെയും ഉച്ചരിക്കുന്നതിന് തുല്യമാണ്. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് എത്ര ഇസ്മുകളുണ്ടോ ആ ഇസ്മുകളെ മുഴുവനും മുൻനിർത്തിയിട്ടാണ് നാം അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നത്, നാം തുടങ്ങുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ എല്ലാ ഇസ്മുകളും ചൊല്ലി പ്രാർത്ഥിക്കുന്നത് പോലെയുള്ള വിശാലമായ അർത്ഥത്തിലേക്കും ബിസ്മി നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് എന്നർത്ഥം. അള്ളാഹു മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.